കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ മുദ്ര യോജനയുടെ ഗുണഭോക്താക്കളുമായി അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കുകയുണ്ടായി. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ജനം ടിവിയും പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചിരുന്നു. നിരവധി പേരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയ പദ്ധതിയാണ് മുദ്ര യോജന എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. സംരംഭകരാകാൻ സാമ്പത്തിക സഹായം കാത്തിരുന്ന ജനങ്ങളെ ശാക്തീകരിക്കുന്നതാണ് പദ്ധതി എന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. മുദ്ര യോജന 10 വർഷം പൂർത്തീകരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. करता है तो मैं सुनना चाहता हूँ। सर, सबसे पहले मैं सिर्फ आपसे इतना कहना चाहूँगी, चूँकि आप मन की बात कहते भी हैं और सुनते भी हैं, तो आपके सामने एक बहुत छोटे शहर रायबरेली की महिला व्यापारी खड़ी है, जो इस बात का प्रमाण है कि आपके सहयोग और समर्थन से जितना फ़ायदा MSMEs को हो रहा है, और मतलब मेरे लिए बहुत ही भावनात्मक समय है यहाँ पे आना, और हम आपसे वादा करते हैं कि हम भारत को विकसित भारत मिलकर बनाएंगे। जिस तरीके का आप सहयोग और बिल्कुल बच्चों की तरीके ट्रीट कर रहे हैं आप MSMEs को, चाहे हमें लाइसेंस लेने में जो प्रॉब्लम्स आती थी गवर्नमेंट से वो नहीं होती हैं, या फंडिंग को लेकर। आप चुनाव लड़ना चाहती हैं? नहीं सर, ये सिर्फ मेरी मन की बात है जो मैंने आपसे बोली। जी, क्योंकि मुझे ऐसा लगा कि ये प्रॉब्लम्स पहले मैं फेस कर रही थी कि लोन वगैरह जब लेने जाते थे तो मना होता था। आप करती क्या है? बेकरी। जी। अभी कितना पैसा कमाती हो? सर, जो യോജന ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി സംവദിച്ചതിന്റെ ദൃശ്യങ്ങളും വിശദാംശങ്ങളിലേക്കുമാണ് നമ്മൾ എത്തുന്നത്. ഗൗതം അനന്തനാരായണൻ കൂടി ചേരുകയാണ്. ഗൗതം, പ്രധാനമന്ത്രി മുദ്ര ലോൺ ഗുണഭോക്താക്കളുമായി സംവദിച്ചു. കഴിഞ്ഞ 10 വർഷം കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും അഭിമാനാർഹമായ നേട്ടങ്ങളിൽ ഒന്ന്. അനു, മുദ്ര യോജന നരേന്ദ്രമോദി സർക്കാരിൻ്റെ വലിയ തോതിൽ ജനകീയ അടിത്തറ രൂപപ്പെടുത്തിയ ഒരു പദ്ധതിയാണ്. കാരണം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലൊക്കെ ഈ പദ്ധതി വളരെ സുപ്രധാനമായിട്ടുണ്ട്. കാരണം മുദ്ര യോജനയിലൂടെ സാമ്പത്തികമായി സഹായം കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചതിലൂടെ ഒരുപാട് ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവരുടെ സ്വപ്നങ്ങൾ സബലീകരിക്കുവാനും വീടിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനും ഏറ്റവും അധികം ആളുകളുടെ ഇടയിൽ ജനകീയ അടിത്തറ രൂപപ്പെടുത്തുന്നതിൽ വളരെ സുപ്രധാനമായ പദ്ധതികളിൽ ഒന്നാണ് മുദ്ര യോജന പദ്ധതി എന്നത്. അതിൻ്റെ 10ാമത്തെ വാർഷികമാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറി ഏതാണ്ട് 1 വർഷത്തിനകം തന്നെ ഈ പദ്ധതിക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചിരുന്നു. അതിൻ്റെ വാർഷികത്തിലാണ് ഇന്നിപ്പോൾ മുദ്ര യോജനയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സംസാരിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും എങ്ങനെയാണ് ഈ പദ്ധതി തങ്ങളുടെ ജീവിതയാത്രയിൽ വളരെ നിർണായകമായത്, അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങളെ എങ്ങനെ സഫലീകരിക്കുവാൻ ഈ പദ്ധതി വഴിവെച്ചു എന്നതിനെ പറ്റിയൊക്കെ അദ്ദേഹം നേരിട്ട് കേൾക്കുകയായിരുന്നു. മാത്രമല്ല, ഈ പദ്ധതിയെപ്പറ്റി പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ഇതിൻ്റെ 70% ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് സ്ത്രീകളാണ് എന്നുള്ളതാണ്. ചെറുകിട വ്യവസായമൊക്കെ ആരംഭിക്കുന്നതിനൊക്കെയായി ഈ ലോൺ ലഭിക്കുകയും അതിലൂടെ കുടുംബത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സ്ത്രീകൾക്ക് സാധിച്ചു. അതിനാൽ 70%ഓളം മുദ്ര ലോൺ പദ്ധതിയുടെ ഭാഗമായത് സ്ത്രീകളാണ്. അതിൽ തന്നെ SC/ST വിഭാഗക്കാരും OBC-കാരുമാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ. ഏതാണ്ട് 70%വും ഈ വിഭാഗത്തിൽപ്പെടുന്നവർക്കാണ് ഈ പദ്ധതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന കാര്യവും പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തുന്നു. നമുക്കറിയാം, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ മുദ്ര യോജന, അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന, ഇങ്ങനെയുള്ള വിവിധ ജനകീയ പദ്ധതികൾ കഴിഞ്ഞ 10 വർഷക്കാലമായി രാജ്യത്ത് നടപ്പാക്കുവാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത്. അനു, ശ്രീ മുദ്ര യോജന 10 വർഷം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പരിപാടി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ചത്. പ്രധാനമന്ത്രി മുദ്ര ലോൺ ഗുണഭോക്താക്കളുമായി സംവദിക്കുകയുണ്ടായി. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.